നമസ്കാരം. ഇസ്രായേൽ ലെബനോൻ യുദ്ധം തുടങ്ങിയിട്ടേ ഉള്ളൂ. തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വെടിനിർത്തൽ ചർച്ചകളുമായി ചിലരൊക്കെ രംഗത്തെത്തിയിരിക്കുകയാണ്. ഫ്രാൻസും അമേരിക്കയും വെടിനിർത്തണം, ലെബനനിലെ സാധാരണക്കാരുടെ അവസ്ഥ അതിദയനീയമാണ്, ഭയാനകരമാണ്, അതുപോലെ തന്നെ റോക്കറ്റ് ഉപയോഗിച്ചുള്ള ഹിസ്ബുള്ളയുടെ ആക്രമണം, ഇസ്രായേലിലേക്കുള്ള ആക്രമണവും നിർത്തിവെക്കണം, 21 ദിവസത്തേക്കെങ്കിലും വെടിനിർത്തൽ ഉണ്ടാകണം എന്ന ഒരു ആവശ്യവുമായി ഇപ്പോൾ അമേരിക്കയും ഫ്രാൻസും രംഗത്തെത്തിയിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു ആവശ്യം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന് ഒന്ന് പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സമയം, വീണ്ടും ഊർജം സംഭരിച്ച് ശക്തമായി ലബനോനെ വീണ്ടും തിരിച്ചടിക്കുന്നതിന് ഇസ്രായേലിന് ഒരു അവസരം, ഒരു സമയം ഒരുക്കി കൊടുക്കുകയാണ്. അതിലപ്പുറത്തേക്ക് ഈ വെടിനിർത്തൽ ആവശ്യവുമായി ബന്ധപ്പെട്ട് കൂടുതലൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഗസയിൽ നമ്മൾ ഇത് പലതവണ കണ്ടതാണ്. എന്നാലും ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാം, ഗസയിൽ ഏകപക്ഷീയമായിട്ടുള്ള മുൻതൂക്കം നേടിയ ഇസ്രായേൽ ഇപ്പോൾ ലെബനോനിൽ അവർക്ക് അത്തരത്തിലുള്ള ഒരു മുൻതൂക്കം അവകാശപ്പെടാൻ കഴിയുന്നില്ല. ഗസയിൽ മുൻതൂക്കം എന്ന് പറയുമ്പോൾ സാധാരണക്കാരെ കൊന്നൊടുക്കുന്ന കാര്യത്തിലാണ്. അങ്ങനെ നോക്കുമ്പോൾ ലെബനോനിലും നിരവധി കുട്ടികളെയും അതുപോലെ തന്നെ പ്രായമായവരെയും സ്ത്രീകളെയും ഒക്കെ എല്ലാ യുദ്ധമര്യാദയും കാറ്റിൽ പറത്തിക്കൊണ്ട് ഇസ്രായേൽ വീണ്ടും കൊന്നു തള്ളിയിട്ടുണ്ട്. പ്രത്യേകിച്ച് സിവിലിയൻസ് തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിലാണ് ബോംബാക്രമണം നടത്തിയിരിക്കുന്നത്. വ്യോമാക്രമണം എന്ന പേരിൽ അവർ നടത്തുന്നത് എങ്ങനെ സിവിലിയന്മാരെ കൊല്ലാൻ കഴിയും എന്ന ചില പരീക്ഷണങ്ങളാണ്. അതിൽ അവർ വിജയിച്ചിട്ടുണ്ട്. അത് ഇസ്രായേൽ എവിടെ ആക്രമണം നടത്തിയാലും, ആരുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അവർക്ക് അതിലവർ മുൻതൂക്കം കൊടുക്കാറുണ്ട്. സാധാരണക്കാരെയും കുട്ടികളെയും ഒക്കെ കൊല്ലുക, എന്നിട്ട് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ മരണപ്പെട്ട ആളുകളുടെ, ശത്രുപക്ഷത്ത് നിൽക്കുന്ന രാജ്യം ഏതാണോ ആ രാജ്യത്ത് മരണപ്പെട്ട ആളുകളുടെ കണക്ക് സ്കോർ ബോർഡിൽ തെളിഞ്ഞു നിൽക്കണം, കുറച്ചധികം ഉണ്ടാകണം. അത് കുട്ടിയായാലും സ്ത്രീ ആയാലും ഒന്നും അവർക്ക് പ്രശ്നമല്ല. അതേസമയം ഇസ്രായേലുമായി ഏറ്റുമുട്ടുന്ന ഹിസ്ബുള്ളയാണെങ്കിലും ഹമാസ് ആണെങ്കിലും ഹൂത്തികളാണെങ്കിലും എത്രയോ നാളുകളായി യുദ്ധം തുടങ്ങിയിട്ട് ഒക്ടോബർ 7 ആരംഭിച്ച യുദ്ധവുമായി ബന്ധപ്പെട്ട് അവർ ഒരിക്കൽ പോലും സാധാരണക്കാർ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിൽ ആക്രമണം നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. നടത്തിയിട്ടുണ്ടെങ്കിൽ സാധാരണക്കാർ, ഒരുപാട് ആളുകൾ കൊല്ലപ്പെടേണ്ടതാണ്. അത്തരത്തിൽ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. എപ്പോഴും ഇസ്രായേലിന്റെ സൈനിക സൈറ്റുകളിലേക്കും അതുപോലെ തന്നെ മൊസാദിന്റെ ആസ്ഥാനത്തേക്കും അതുപോലെ അവരുടെ തന്ത്രപ്രധാനമായിട്ടുള്ള ചില തുറമുഖങ്ങൾ, അതുപോലെ അവരുടെ ആയുധ കേന്ദ്രങ്ങൾ, ഇത്തരത്തിലുള്ള തന്ത്രപ്രധാനമായിട്ടുള്ള പ്രദേശങ്ങളെ മാത്രം ലക്ഷ്യം വെച്ചാണ് ഇവിടെ ഹിസ്ബുള്ളയും ഹൂത്തികളും അതുപോലെ തന്നെ ഹമാസും ഒക്കെ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇപ്പോഴും ആ ആക്രമണം തുടരുന്നുണ്ട്. ഏതായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഏകപക്ഷീയമായിട്ടുള്ള ഒരു മുൻതൂക്കം അവകാശപ്പെടാൻ ഇസ്രായേലിന് ഇപ്പോഴും കഴിയുന്നില്ല എന്നുള്ളതാണ്. ലെബനനിൽ നിരവധി ആളുകൾ മരിച്ചു വീണു. ഒരുപാട് ആളുകൾ അഭയാർത്ഥി ക്യാമ്പിലേക്ക് മാറുന്ന സാഹചര്യം ഉണ്ടായി. ഇസ്രായേൽ ഇപ്പോഴും ചെറുതും വലുതുമായിട്ടുള്ള ആക്രമണങ്ങൾ തുടരുന്നുണ്ട്. മാത്രമല്ല, ഒരു കരയാക്രമണത്തിന് അവർ തയ്യാറെടുക്കുന്നു എന്ന വാർത്ത കൂടെ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇവിടെ പോരാട്ട മുഖത്തുള്ള ഹിസ്ബുള്ള നേർക്കുനേർ യുദ്ധം ചെയ്യാൻ ഇസ്രായേൽ വന്നപ്പോഴും ഒരു നിമിഷം പോലും അവർ പകച്ചു മാറി നിന്നിട്ടില്ല. അല്ലെങ്കിൽ ഇസ്രായേൽ നടത്തിയ വാക്കി ടോക്കി സ്ഫോടനം, അതുപോലെ തന്നെ പേജർ സ്ഫോടനം, ഇതുകൊണ്ടൊന്നും ഒരു ആഘാതം സൃഷ്ടിക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല. ഇതെല്ലാം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, ഇതിലപ്പുറവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പുറകിൽ നിന്ന് വെടിയേറ്റ് മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല. നേർക്കുനേർ ധീരമായി പോരാട്ടം നടത്തി മരിക്കുന്നത് ഒരു ഭാഗ്യമാണ്. രക്തസാക്ഷിയാവുക എന്ന് പറഞ്ഞാൽ അതിന് ഭാഗ്യം ചെയ്യണം എന്ന രീതിയിൽ തന്നെയാണ് ഹിസ്ബുള്ള മുന്നോട്ട് പോകുന്നത്. അവരുടെ ഒരു നിലപാട് അതാണ്. ആ നിലപാട് അവർ പലതവണ പ്രഖ്യാപിച്ചതാണ്. ഇന്നലെ 30ഓളം റോക്കറ്റുകൾ ഉപയോഗിച്ച് ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് വലിയ ഒരു ആക്രമണം ഇസ്രായേലിലെ ഗലീലി മേഖലയിലേക്ക് ഉണ്ടായിട്ടുണ്ട്. അതിനപ്പുറം മൊസാദിന്റെ ഒരു താവളത്തിന് നേരെ ബാലിസ്റ്റിക് മിസൈലും ഇവിടെ ഹിസ്ബുള്ള പ്രയോഗിച്ചിരിക്കുന്നു. ഈ മിസൈൽ തടഞ്ഞു നിർത്താനോ അല്ലെങ്കിൽ നാശനഷ്ടങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്താനോ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. ഇങ്ങോട്ടടിച്ചാൽ അങ്ങോട്ടും തിരിച്ചടിക്കും എന്ന നിലപാടിൽ തന്നെ ഹിസ്ബുള്ള ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പുറകിൽ അമേരിക്കയും അതുപോലെ തന്നെ ഫ്രാൻസും ജർമ്മനിയും ഒക്കെ അവർക്ക് ആയുധം കൊടുക്കാനും അവരെ എല്ലാ നിലക്കും സഹായിക്കാനും രംഗത്തുണ്ട്. സാങ്കേതിക സംവിധാനം അവർ കുറച്ച് മുന്നിൽ തന്നെയാണെന്ന് ഹിസ്ബുള്ള നേരത്തെ സമ്മതിച്ചു. അത് നമുക്കൊക്കെ സമ്മതിക്കേണ്ടി വരും. എന്നാൽ ഇത്ര വലിയ സംവിധാനങ്ങളൊക്കെ കയ്യിലുണ്ടായിട്ടും ഹിസ്ബുള്ള അവരെ ഭയപ്പെടാതെ തിരിച്ചടിച്ചുകൊണ്ടേയിരിക്കുന്നു. റോക്കറ്റുകളും അതുപോലെ തന്നെ മിസൈലുകളുമാണ് ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം. ഈ ആയുധം ഉപയോഗിച്ച് പരമാവധി ശക്തമായ രീതിയിലുള്ള ആക്രമണം അവർ ഹൈഫ തുറമുഖത്തിന്റെ പ്രദേശങ്ങളിലുള്ള പട്ടണങ്ങളിലേക്കും അതുപോലെ തന്നെ ഗലീലയിലേക്കും ഒക്കെ നടത്തുന്നു. മൊസാദിന്റെ താവളത്തിലേക്ക് നടത്തുന്നു. ഇസ്രായേലിലെ നിരവധി ആയുധ ഫാക്ടറികൾ,
ആയുധങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള സംഭരണശാലകൾ, ഇതൊക്കെ ലക്ഷ്യം വെക്കാൻ ഹിസ്ബുള്ളക്ക് കഴിയുന്നു. ഹിസ്ബുള്ളയുടെ റോക്കറ്റുകൾ പോലും അയൺ ഡോമിന് തടുക്കാൻ കഴിയുന്നില്ല, തകർക്കാൻ കഴിയുന്നില്ല. ഭൂരിഭാഗം വരുന്ന റോക്കറ്റുകൾ ഇവിടെ ഇസ്രായേലിന് അകത്ത് തന്നെ ചെന്ന് പതിക്കുന്നു. ബാലിസ്റ്റിക് മിസൈലുകളെ പ്രതിരോധിക്കാൻ അയൺ ഡോമിന് കഴിയുന്നില്ല. അതായത് ഹിസ്ബുള്ള വളരെ ശക്തമായി തന്നെ പോരാട്ട മുഖത്ത് ഉറച്ചു നിൽക്കുന്നു, പുറകോട്ട് ഓടുന്നില്ല എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയേണ്ടത്. എത്ര വലിയ സന്നാഹങ്ങളുമായി വന്നാലും, എത്ര ശക്തമായ രീതിയിൽ ഞങ്ങളെ ആക്രമിച്ചാലും ഭയപ്പെട്ട് പിന്തിരിഞ്ഞോടില്ല. അതായത് ഒരിക്കലും ഇവിടെ ഒരു പോരാളിക്ക് യോജിച്ചതല്ല പിന്തിരിഞ്ഞോടുന്നത്. ഒരിക്കലും അങ്ങനെ ഞങ്ങൾ ചെയ്യില്ല, ഞങ്ങൾ തിരിച്ചടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ശക്തമായ ആക്രമണം ഹിസ്ബുള്ള നടത്തുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത, ഇസ്രായേൽ ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത്, ഹൂത്തികളും റഷ്യയുമായി ഒരു ചർച്ച നടത്തിയിരിക്കുന്നു, ഒരു കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നു. അതായത് ഒരു പുതിയ മിസൈൽ റഷ്യ ഇവിടെ ഹൂത്തികൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യുന്നതിന് വേണ്ടി തന്നെയാണ്. ശബ്ദ തരംഗങ്ങളെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു മിസൈൽ. ഈ മിസൈലിനെ പ്രതിരോധിക്കുക എന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമാകില്ല എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ മിസൈലുമായി ബന്ധപ്പെട്ടുള്ള, അല്ലെങ്കിൽ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഇവിടെ പുറത്തുവിട്ടിരിക്കുന്ന വാർത്തകൾ. എന്തായാലും ഹൂത്തികൾ നേരിട്ട് ഇസ്രായേലുമായി യുദ്ധം പ്രഖ്യാപിച്ച ഒരു സാഹചര്യമുണ്ട്. ഒരു നീണ്ട യുദ്ധം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് ഹൂത്തികൾ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. നീണ്ട യുദ്ധത്തിനൊരുങ്ങുന്ന ഹൂത്തികൾക്ക് റഷ്യ ഇത് വീണ്ടും ഒരു മിസൈൽ സമ്മാനമായി കൊടുത്തിരിക്കുകയാണ്. നേരത്തെ ഹൈപ്പർസോണിക് മിസൈൽ ഹൂത്തികൾ ഇസ്രായേലിലേക്ക് വിക്ഷേപിച്ച ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. വളരെ വേഗതയേറിയ മിസൈൽ 11 മിനിറ്റ് കൊണ്ട് 2000-ൽ അധികം കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് ഇസ്രായേലിനകത്ത് തന്നെ ചെന്ന് പതിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതായത് വളരെ ശക്തമായ വേഗത്തിൽ ചെല്ലുന്ന ആയുധങ്ങൾ, മിസൈലുകൾ, ബോംബുകൾ, ഇതൊന്നും തടുക്കാനോ തകർക്കാനോ അയൺ ഡോമിന് കഴിയുന്നില്ല എന്നിവിടെ ഹൂത്തികൾ തെളിയിച്ചിട്ടുണ്ട്, ഹിസ്ബുള്ള തെളിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കുന്നതിന് വേണ്ടി തന്നെയാകാം റഷ്യ യാക്കോണ്ടോ എന്നു പേരിലുള്ള ഒരു പുതിയ മിസൈൽ ഇവിടെ ഹൂത്തികൾക്ക് സമ്മാനിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഹിസ്ബുള്ള ഇവിടെ ഇസ്രായേലിലേക്ക് ഉപയോഗിച്ചിട്ടുള്ള മിസൈൽ ഖാദർ 1 എന്നു പേരിലുള്ള ഒരു ബാലിസ്റ്റിക് മിസൈലാണ്. ഈ മിസൈൽ ഒരു വലിയ നാശം ഇസ്രായേലിനകത്ത് സൃഷ്ടിച്ചു. മൊസാദിന്റെ ഒരു ആസ്ഥാനത്തെ തന്നെ ലക്ഷ്യമാക്കി ഈ മൊസാദിന്റെ ആസ്ഥാനത്തിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചു എന്ന വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇസ്രായേൽ ഇവിടെ നിഷേധിക്കുന്നുണ്ട്, ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നിഷേധിക്കുന്നുണ്ട്. എന്തായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, അവിടെ ഹിസ്ബുള്ള പറയുന്നത്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പുറകോട്ടില്ല, ഞങ്ങൾ എന്നും മുന്നിൽ തന്നെ ഉണ്ടാകും, ഇസ്രായേലിനെ ഞങ്ങൾ ആക്രമിക്കും, ഇസ്രായേൽ പരാജയപ്പെടുന്നത് വരെ ഞങ്ങൾ ആക്രമിക്കും. വളരെ ശക്തമായ ആത്മവിശ്വാസത്തിലാണ്. അതുപോലെ തന്നെ ഇവിടെ UN-ൽ ഇസ്രായേലിന്റെയും അതുപോലെ ഇറാന്റെയും അംബാസിഡർമാർ പരസ്പരം വലിയ വാക്പോരുണ്ടായി. അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ശക്തമായ രീതിയിലുള്ള വാദപ്രതിവാദങ്ങൾ ഉണ്ടായി. ഹിസ്ബുള്ളയുമായി ഇസ്രായേൽ ഇവിടെ യുദ്ധം പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ്. പൂർണ്ണമായ രീതിയിൽ ഒരു യുദ്ധം ഇവിടെ ഉണ്ടായാൽ, അതായത് കരയാക്രമണത്തിന് തയ്യാറെടുക്കുന്നു എന്ന് ഇസ്രായേൽ തന്നെ പറയുന്നുണ്ട്. കരയാക്രമണത്തിന് കാത്തിരിക്കുകയാണ് ഹിസ്ബുള്ള എന്ന് വേണമെങ്കിൽ നമുക്ക് പറയേണ്ടി വരും. കാരണം ഇസ്രായേലിനെ സ്വാഗതം ചെയ്യുകയാണ്, നിങ്ങൾ വരൂ. നേരത്തെ ഒരു അധിനിവേശത്തെ പരാജയപ്പെടുത്തിയ ചരിത്രമുണ്ട്. ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെ നെട്ടോട്ടം ഓടിച്ച ഒരു ചരിത്രമുണ്ട്. ഒരു കരയുദ്ധവുമായി ലെബനോനിലേക്ക് ഇസ്രായേൽ സൈന്യം കടന്നാൽ യുദ്ധത്തിന്റെ ഗതി മാറും. ഗസയിൽ നിന്നും കിട്ടിയതിനേക്കാൾ ശക്തമായ പ്രഹരം ഇസ്രായേലിന് കിട്ടും. ഒരു കരയുദ്ധത്തിന് വേണ്ടി ഹിസ്ബുള്ള കാത്തിരിക്കുകയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. അത്തരം ഒരു സാഹചര്യത്തിലാണ് ഇവിടെ ഇറാനും അതുപോലെ തന്നെ ഇസ്രായേലും വലിയ വാക്പോരുണ്ടാകുന്നത്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ വെല്ലുവിളികൾ ഉണ്ടാകുന്നത്. നിങ്ങൾ അത്തരത്തിലൊരു യുദ്ധത്തിലേക്ക് കടന്നാൽ, നിങ്ങൾ ആ ചുവപ്പ് വര കൂടെ നിങ്ങൾ മറികടന്നാൽ പിന്നെ ഒന്നും നോക്കേണ്ടതില്ല എന്ന രീതിയിൽ തന്നെയാണ് ഇറാൻ പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും ഇവിടെ ഇറാൻ പ്രതികരിച്ചാലും പ്രതികരിച്ചില്ലെങ്കിലും, ഇനി ആരൊക്കെ യുദ്ധം ചെയ്യാൻ മുന്നോട്ട് വന്നില്ലെങ്കിലും സഹായിച്ചില്ലെങ്കിലും, ഹിസ്ബുള്ള വളരെ ശക്തമായി സധൈര്യം ഇസ്രായേലിനെ നേരിടാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു. ഇസ്രായേൽ വലിയ ആക്രമണങ്ങൾ ലെബനോനിലേക്ക് നടത്തുമ്പോൾ ഒരു നിമിഷം പോലും പകച്ചു നിൽക്കാതെ, ഒട്ടും ഭയപ്പെടാതെ മുന്നിൽ നിന്നുകൊണ്ട് തന്നെ ഈ ആക്രമണത്തെ പ്രതിരോധിക്കുന്നു, പ്രത്യാക്രമണം നടത്തുന്നു. അതായത് വളരെ വലിയ ആത്മവിശ്വാസത്തോടു കൂടി. ഒരു ഭാഗത്ത് ലോക പോലീസ് എന്ന് അവകാശപ്പെടുന്ന അമേരിക്കയും അവരുടെ ശിങ്കിടികളുമാണ്, അവർക്ക് വേണ്ടി പണിയെടുക്കുന്ന ആളുകളുമാണ്. ഇസ്രായേലും അമേരിക്കയും ഫ്രാൻസും ജർമ്മനിയും ഒക്കെ ഒരു ഭാഗത്ത് നിലയുറപ്പിക്കുമ്പോൾ അവരെയൊക്കെ ഭയപ്പെടാതെ അവർക്കെതിരെ ശക്തമായി തന്നെ, അതായത് ഹിസ്ബുള്ള അവരുടെ കഴിവിൽ അവർക്ക് ആത്മവിശ്വാസമുണ്ട് എന്നുള്ളതാണ്. ആ ആത്മവിശ്വാസത്തോടു കൂടിയുള്ള പോരാട്ടമാണ് ഇവിടെ ഹിസ്ബുള്ള നടത്തുന്നത്. ഇനി ആരൊക്കെ അവരെ പിന്തുണച്ചാലും പിന്തുണച്ചില്ലെങ്കിലും ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു ഘട്ടത്തിൽ പോലും പിന്മാറാനുള്ള സാധ്യതയില്ല.
ഇത് ലോക രാജ്യങ്ങൾ നേരത്തെ നിരീക്ഷിച്ച ഒരു കാര്യമാണ്. അമേരിക്കയാണെങ്കിലും അതുപോലെ തന്നെ ഇപ്പോൾ ഫ്രാൻസിന്റെ ഒക്കെ പ്രശ്നം അതാണ്. ഹിസ്ബുള്ളയുമായുള്ള യുദ്ധം അവസാനിപ്പിക്കണം എന്ന് ഫ്രാൻസ് ആവശ്യപ്പെടുന്നുണ്ട്. അമേരിക്ക നേരത്തെ തന്നെ പറഞ്ഞതാണ്. ഡൊണാൾഡ് ട്രംപ് വളരെ കൃത്യമായി പറഞ്ഞിരുന്നു, ഹിസ്ബുള്ള വെരി സ്മാർട്ടാണ്, ഹിസ്ബുള്ളയുമായി ഒരു യുദ്ധത്തിന് പോകേണ്ട, അത് പിന്നീട് ദോഷം ചെയ്യും എന്ന് ഡൊണാൾഡ് ട്രംപ് നേരത്തെ തന്നെ പറഞ്ഞൊരു കാര്യമാണ്. അമേരിക്കയുടെ ഭരണാധികാരിയായിരുന്നു, അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു. ഒന്നും അറിയാതെ അദ്ദേഹം എന്തായാലും അത്തരത്തിൽ ഒരു കാര്യം പറയില്ല. എന്തായാലും ആര് പറഞ്ഞാലും ആര് പറഞ്ഞില്ലെങ്കിലും ആര് പിന്തുണച്ചാലും പിന്തുണച്ചില്ലെങ്കിലും അതൊന്നും ഞങ്ങളുടെ വിഷയമല്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ കഴിവിൽ പൂർണ്ണമായ വിശ്വാസമുണ്ട്. ഈ ഒരു ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകുന്ന സംഘം അടുത്ത ദിവസം തന്നെ ഇസ്രായേലുമായി നേരിട്ട് കരയാക്രമണത്തിന് ഇറങ്ങാൻ തയ്യാറായിരിക്കുന്നു. ഇസ്രായേലിനെ സ്വാഗതം ചെയ്യുന്നു. എന്തായാലും ഇവിടെ ഏകപക്ഷീയമായിട്ടുള്ള ഒരു മുൻതൂക്കം ലബനോൻ ആക്രമണത്തിൽ, ലബനോൻ യുദ്ധത്തിൽ ഇസ്രായേലിന് അവകാശപ്പെടാൻ കഴിയുന്നില്ല. അടിച്ചാൽ തിരിച്ചടിക്കും എന്ന നിലപാടിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പുറകോട്ട് പോകാൻ ഹിസ്ബുള്ള തയ്യാറായിട്ടില്ല. അല്ലെങ്കിൽ അത്തരത്തിലൊരു മാനസികാവസ്ഥയിലേക്ക് ഹിസ്ബുള്ളയെ കൊണ്ടുപോകാമെന്ന് ഇസ്രായേൽ പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, അവരുടെ ആശയവിനിമയ സംവിധാനങ്ങൾ തകർത്തതിലൂടെ, വലിയ വ്യോമാക്രമണം നടത്തിയതിലൂടെ, നിരവധി സാധാരണക്കാരെ കൊന്നു തള്ളിയതിലൂടെ ഹിസ്ബുള്ളയെ ഭയപ്പെടുത്താമെന്ന ഒരു ധാരണ ഇസ്രായേലിനുണ്ടെങ്കിൽ ആ ധാരണ അതൊരിക്കലും ശരിയല്ല എന്നുകൂടെ ഇവിടെ ഇസ്രായേലിനെ ഹിസ്ബുള്ള ബോധ്യപ്പെടുത്തി എന്ന് നമുക്ക് ഇപ്പോഴത്തെ യുദ്ധവുമായി ബന്ധപ്പെട്ട് പറയേണ്ടി വരും.